ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 101ാമത് ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 81ാമത്തെ ദിനത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ പ്രാപ്തനാക്കിയ ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ച് കൊള്ളട്ടെ. വേദിയിൽ ഭവിഷ്ഠരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, പ്രത്യേകാൽ ഈ യോഗാധ്യക്ഷൻ പാസ്റ്റർ ജാസ്മിൻ ജോൺ അവർകൾ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് കേരള സ്റ്റേറ്റിന് മുൻപ് നേതൃത്വം കൊടുത്തിരുന്ന പാസ്റ്റർ CC എബ്രഹാം അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, എനിക്ക് മുൻപ് ശക്തമായി ദൈവവചനം ശുശ്രൂഷിച്ച ദൈവദാസൻ, അതിലുപരി ഈ ഉപവാസ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ KP കുര്യൻ അവർകൾ, ജോയി ജോൺ അവർകൾ എന്നിവർക്കും, അതിലുപരി ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും സ്നേഹിതർക്കും വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിച്ച് കൊള്ളട്ടെ. നല്ല ഒരു സന്ദേശം ഇന്ന് പകലിൽ നാം കേട്ട് കഴിഞ്ഞു. മോശയ്ക്ക് ശേഷം യോശുവ നേതൃത്വം ഏറ്റെടുത്ത് തൻ്റെ ജനത്തിനു വേണ്ടി പോരാടിയതും അവസാനം പോരാട്ടം നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ബാക്കിയുള്ളവർക്ക് എങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല, പക്ഷെ ഞാൻ, എൻ്റെ കുടുംബം അതിൽ നിന്ന് മാറിപ്പോകത്തില്ല. 2 മനുഷ്യർ പാപം ചെയ്തു. ബാക്കി ഭൂമിയിൽ വന്നവരൊക്കെ ജന്മനാൽ പാപികളായിത്തീർന്നു. അങ്ങനെ പാപികളായിത്തീർന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ താൻ ദൈവമെന്ന് തെളിയിക്കുകയും ദൈവപുത്രന് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ക്രൂശിൽ യാഗമായി സമർപ്പിച്ച് തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് ദൈവ മക്കളെ, അവരാണ് ദൈവസഭയിലെ അംഗങ്ങൾ. താൻ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ്: ഞാൻ പോകുന്നത് നല്ലത്, പോകഞ്ഞാൽ കാര്യസ്ഥൻ ഇല്ല. അപ്പോൾ താൻ പോയത് കഴിഞ്ഞ ശേഷം ഈ ഭൂമിയിൽ നമുക്ക് തന്ന ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ഒരു ബോധ്യകർത്താവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന സഭയാണ് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ. ആ സഭയ്ക്ക് 2023 മുതൽ അതിനു മുൻപും നേതൃത്വം കൊടുത്തുകൊണ്ട് വരുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ T. വത്സൻ അബ്രഹാം അവർകളും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ജനറൽ എക്സിക്യൂട്ടീവുമാണ് എന്ന കാര്യം നമ്മളെ വിസ്മരിച്ച് കളയരുത്. എന്നാൽ ഇന്ന് സഭയുടെ ആത്മീക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് വിഷയങ്ങൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും അതിന്മേലുള്ള വിടുതലുകളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കുകയാൽ തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. അതിന് ആധാരമായി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആമോസ് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ആമോസ് പ്രവാചകൻ. ഇനി ആമോസ് പ്രവാചകനെക്കുറിച്ചും ആമോസ് പ്രവചനത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ആമുഖമായി ഞാൻ പറയാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വായിച്ച ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടെ ദൈവദാസൻ ആ വാക്യം വായിക്കും. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവം
തൻ്റെ ദാസന്മാർക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് ആമോസ് പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും മറ്റും ഈ ലോകത്തിൽ അറിയിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഈ പ്രവാചകന്മാരെന്ന് നാം എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ തൻ്റെ ദാസന്മാർക്ക് ദൈവം അതാത് കാലങ്ങളിൽ തൻ്റെ അരുളപ്പാടുകളെ അറിയിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ട് മുൻപോട്ട് വന്ന കാര്യമാണ് ഷിബു പാസ്റ്റർ നേരത്തെ എനിക്ക് മുൻപേ സംസാരിച്ച് വന്നത്. നോക്കിയേ, ദൈവം തൻ്റെ ദാസന്മാരോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലോട്ട് വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ദൈവം അബ്രഹാമിനോട് ചെന്ന് പറയുക, എൻ്റെ അബ്രഹാമേ, ഞാൻ നിന്നോട് പറയാതെ ഒരു കാര്യവും ചെയ്യുമോ? ഒന്ന് വായിച്ചേ. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? എന്താണ് ചെയ്യുവാൻ പോകുന്നത് ഭൂമിയിൽ? ദൈവം ഈ ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്നത് എന്ത് എന്ന് തൻ്റെ ദാസനായ ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയുന്നു. എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം. ഒന്ന്, അത് നിർവചിക്കുന്നതിനപ്പുറത്താണ്. സ്തോത്രം. എന്താണ് ദൈവം അറിയിക്കാൻ പോകുന്നത്? തൻ്റെ സഹോദരപുത്രനായ ലോത്ത് സോദോമിൽ പാർക്കുന്നു എന്ന വിവരം വേദപുസ്തകം പഠിക്കുന്ന പഠിതാക്കൾക്കും ദൈവവചനം ശ്രദ്ധിക്കുന്നവർക്കുമൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ നീരൊഴുക്കുള്ള തോട്ടം പോലിരിക്കുന്ന സ്ഥലം തേടിയെത്തി അവിടെ പോയി വാസം തുടങ്ങിയ ലോത്തിന് മുൻപോട്ടുള്ള യാത്രയിൽ കൈമോശം വന്നുപോയ ചില കാര്യങ്ങളുണ്ട്. താൻ പാർക്കുന്ന ദേശം ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രീഭൂതമായി ഭവിക്കുവാൻ പോകുന്നതിന് മുൻപേ ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് തൻ്റെ കൂടാരത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ, ചില മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് നൽകി തരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇന്ന് ലോകത്തിലെ സംഭവ വികാസങ്ങളും കഥാകഥനങ്ങളും ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ചില മുന്നറിയിപ്പുകളാണ് നമ്മുടെ മുൻപിൽ വിളമ്പി വരുന്നത് എന്ന് മറന്നു പോകരുത്. നോക്കിക്കേ, അബ്രഹാമേ, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് നിന്നോട് പറയാൻ പോകുക. ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അബ്രഹാം തൻ്റെ ഭാഗത്ത് നിന്ന് മധ്യസ്ഥയണച്ചുകൊണ്ട് ലോത്തിനു വേണ്ടി സോദോമിനു വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ കോപാഗ്നിയാൽ സോദോം നശിപ്പിക്കപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവം തൻ്റെ ദാസന്മാരോട് പറയാതെ ഒരു കാര്യവും ഈ ഭൂമിയിൽ ചെയ്യില്ല എന്ന കാര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം താൻ രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ ദൈവസഭയാൽ നയിക്കപ്പെടുന്നുണ്ടോ? ആ സഭ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വമാണോ ദൈവസഭ നയിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ തൻ്റെ ദാസന്മാരോട് അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ദാസന്മാർ ജനത്തിന് വിളമ്പിക്കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവസഭയ്ക്ക് ദൈവം ചില വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, എന്തു വരങ്ങളാണ് സഭയ്ക്ക് ദൈവം കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അഫലമായിരിക്കും. 12-ാം വാക്യം. ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകുവീൻ. സഭയുടെ ആത്മീക വർധനയ്ക്കായിട്ടാണ്
ആത്മീക വരങ്ങളെ ദൈവം നൽകി തരുന്നു എന്ന് പൗലോസ് ലീഗ കൊരിന്ത്യ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത വിലയ്ക്ക് വാങ്ങിയ സഭയ്ക്ക് ആത്മീക വരങ്ങളെ നിർലോഭമായി ദൈവം നൽകി തരുന്നു. ഇത് ഉപവാസ പ്രാർത്ഥന ആയതിനാലാണ് ഇങ്ങനെ ഒരു സന്ദേശത്തിൽ നിന്ന് സ്തോത്രം ഞാൻ സംസാരിക്കുവാൻ മുതിർന്നത്. അപ്പോൾ ആത്മീക വരങ്ങളെ ദൈവം തന്റെ സഭയ്ക്ക് നൽകി കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് വളരെ വിസ്താരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 13 വന്നപ്പോൾ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു വച്ചേച്ച് ഏറ്റവും അധികമായ വരം സ്നേഹമാണ് എന്ന് പറഞ്ഞു വച്ചിട്ട് 14 അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതും ആ കാര്യങ്ങൾ പ്രസ്താവിക്കേണ്ടതും എന്ന് എനിക്ക് തോന്നിയത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി തന്നത് എന്ന് ഞാൻ വായിക്കട്ടെ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരം വാഞ്ചിപ്പീൻ, വിശേഷാൽ പ്രവചന വരം വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് ലീഗ കൊരിന്ത് സഭയോട് വളരെ വ്യക്തമായിട്ടും ശക്തമായി വിളിച്ചു പറയുന്നു. ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയാത്തവരായിരിക്കരുത്, വിശേഷാൽ പ്രവചന വരം നിങ്ങൾ വാഞ്ചിപ്പീൻ. ഇന്ന് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു വരമാണ് പ്രവചന വരം. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ ദൈവിക വരങ്ങളെ വ്യാപാരം ചെയ്തതിനാൽ നമ്മുടെ സഭ ക്രമാനുഗതമായി വളർന്നു വന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ വരങ്ങൾ പ്രയോജനപ്പെടുത്തി ആളുകളെ ദൈവസഭയിലേക്ക് ആകർഷിച്ചത് എല്ലാവരും കണ്ണടച്ച് മനസ്സിലാക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നോക്കുകയെ, വിശേഷാൽ പ്രവചന വരം വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് ലീഗ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ഈ പ്രവചന വരത്തിലുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വായിച്ചേ. അതിലാണ് നമ്മൾ 1 കൊരിന്ത്യർ 11:13 നമ്മൾ വായിച്ചത്. പ്രവചനം വായിച്ചോ? 13 വാക്യം, 14:13. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പ്രവചിക്കുന്നവനോ, അത് വായിച്ചോ, പ്രവചിക്കുന്നവനോ 14:3 ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി. നോക്കുകയെ, പ്രവചിക്കുന്നവൻ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? 1 ആത്മീക വർധനവിന്, 2 പ്രബോധനത്തിന്, 3 ആശ്വാസത്തിനുമായിയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഒരു പ്രവാചകൻ 3 മുഖങ്ങളിലൂടെ 3 തലങ്ങളിലൂടെ ജനത്തിനോട് സംസാരിക്കുന്നുണ്ട്. 1 ആത്മീക വർധനവിന് വേണ്ടി. നോക്കിയേ, എഫേസ്യ ലേഖനത്തിലുണ്ട്, ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മീക വർധനവിന് വേണ്ടി അവൻ പ്രവചിക്കുന്നു. നോക്കി, എന്താണ് ആത്മീക വർധനവ്? ഓരോരുത്തരും ദൈവകൃപയാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് അനുദിനം ദൈവത്തോട് അടുക്കുന്നവർ. നോക്കിയേ, ഇവിടെ നമ്മൾ വളരെ തുച്ഛമായ ലാഭത്തിനു വേണ്ടിയാണ് ദൈവത്തോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറിച്ചങ്ങനെയില്ല. ആത്മീക വർധനവിന് വേണ്ടിയാണ് പ്രവാചകൻ പ്രവചനം പറയുന്നത്. 2 പ്രബോധനത്തിനു വേണ്ടി എന്നിവിടെ പറയാൻ കഴിയുന്നുണ്ട്. പ്രബോധനത്തിനു വേണ്ടി. നിങ്ങൾ വായിച്ചേ, എന്താണ് പ്രബോധിപ്പിക്കേണ്ടത്? പ്രവാചകന്റെ ദൗത്യം 1 ആത്മീക വർധനവ് വരുത്തുക, 2 പ്രബോധിപ്പിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ വായിക്കും. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ പാപത്തിന്റെ ചതിയിൽ അകപ്പെട്ട് പോകാതിരിക്കാനാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. 1 ആത്മീക വർധനവിന് വേണ്ടി പ്രവചിക്കുന്നു. 2
പാപത്തിന്റെ ചതിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രവാചകൻ പ്രവചിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മുടെ പ്രവാചകന്മാർ ആത്മീക വർധനവിന് വേണ്ടി പ്രവചിക്കുന്നുണ്ടോ? 2, പാപത്തിന്റെ ചതിയിൽ പെട്ടവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞില്ലെങ്കിൽ സഭയ്ക്ക് ആത്മീക ദർശനം നഷ്ടപ്പെട്ടു പോയി. മുൻകാലങ്ങളിൽ നമ്മുടെ കൂട്ടങ്ങളിൽ വരുന്ന ഒരാൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ ദൈവദാസന്മാർക്ക് കെൽപ്പുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, പ്രാപ്തിയുണ്ടായിരുന്നു, ആത്മീക വർധനവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം സഭാതലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ബഹളങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ ബഹളങ്ങളുടെ നടുവിൽപ്പെട്ട് സഭാ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, വചന ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങളിൽ അടർത്തിയെടുത്ത് ശുശ്രൂഷകന്മാരായ നമുക്ക് ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ കഴിയാതെ അവർ പാപത്തിന്റെ ചതിയിലേക്ക് നമ്മൾ തള്ളിവിടുകയോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നോക്കിക്കേ, 1 ആത്മീക വർധനവ്. നമ്മൾ എന്ത് ആത്മീക വർധനവാണ് നൽകിക്കൊടുക്കുന്നത്? 2 എന്താണ് പ്രബോധിപ്പിക്കുന്നത്? അതുകൊണ്ട് ലേഖനം പറഞ്ഞു, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി, കൂട്ടങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ കൂട്ടങ്ങൾക്ക് വരണം, നിങ്ങൾ മീറ്റിങ്ങുകൾക്ക് വരണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രബോധനത്തിനും ആത്മീക വർധനവിനും ഉതകുന്ന ദൈവവചനത്തിന്റെ ചിന്തകൾ ശുശ്രൂഷകന്മാരാൽ നൽകപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞ, വെളിപ്പാടുകൾ കിട്ടേണ്ട സ്ഥലത്ത് ഇന്ന് വെളിപ്പാടുകൾ ഇല്ല, വെറും വെള്ളി മാത്രമേ കിട്ടുന്നുള്ളൂ. നോക്കിക്കേ, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ ശക്തമായിട്ട് പറയുവാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവും അവന്റെ പ്രവൃത്തിയും ദൈവസഭയിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. ഇന്നു കാണുന്ന ചില പ്രവണതകളല്ല പരിശുദ്ധാത്മാവിന്റെ ചാലാത്മകമായ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏതെന്ന് ചോദിച്ചാൽ അത് ആത്മീക വർധനവ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2, അത് പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ദൈവവചനം കേൾക്കുവാൻ വന്നാൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അവൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അവന് പാപബോധം വരുത്തുവാൻ ഇടവന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരുവൻ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ അവന്റെ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ തിരുവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന് കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് അർത്ഥാൽ പറഞ്ഞാൽ യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. അടുത്ത പ്രവചനം ആശ്വാസത്തിനു വേണ്ടി, വിസ്താരഭയത്താൽ അധികം മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 2 പ്രവചനം ആശ്വാസത്തിനു വേണ്ടിയാണ്. ഇവിടെയാണ് നമ്മുടെ സഭകളിൽ ആളുകൾക്ക് താല്പര്യം കൂടുതൽ. ലോകത്തിൽ ജീവിക്കുമ്പോൾ വിവിധതരമായ മാനസിക സംഘർഷങ്ങളിൽപ്പെട്ട്, അതിലുപരി രോഗങ്ങളിൽപ്പെട്ട്, ഭാവിയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുള്ള ആകുലതകളെക്കുറിച്ചും, അതിലുപരി സാമ്പത്തികമായ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ, പരിശുദ്ധാത്മ പ്രേരിതനായിരിക്കുന്ന ആ ശുശ്രൂഷകൻ അവനെ നോക്കിക്കൊണ്ട് അവന്റെ തലയെ കൈവച്ചേച്ച് അവൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിനും രോഗത്തിനും ഞെരുക്കത്തിനും ടെൻഷനുമൊക്കെ അവനെന്ന് ഓർമ്മപ്പെടുത്തിയാൽ അവനത് ആശ്വാസം ലഭിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുവൻ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ അവൻ ആശ്വാസം ലഭിക്കുന്നുണ്ടോ? ലഭിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ ശുശ്രൂഷ തലത്തിൽ തോറ്റുപോയി എന്നല്ലേ അർത്ഥാൽ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന
സ്നേഹിതരെ, സ്തോത്രം. ഈ പ്രവചനത്തിൻ്റെ 3 ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാചകൻ മുൻപോട്ട് പോയെങ്കിൽ എത്രയോ നന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രവചന ദൗത്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതില്ലേ? ഇത് ലോകത്തോട് സംസാരിക്കുന്ന കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യത്തിൽ 100% ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കച്ചവടം നഷ്ടമായി പോകുമെന്ന് യാതൊരു പക്ഷഭേദവുമില്ല, ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളിൽ ആളുകൾ കുറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമാണ്, ഒരുവൻ ഭാരത്തോടെ, ഞെരുക്കത്തോടെ, രോഗത്തോടെ, മനസ്താപത്തോടെ കടന്നു വന്നാൽ അവനെ വ്യക്തിപരമായി കണ്ട് വിവേചിക്കുവാനോ അവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയെ അളന്നു കുറിച്ച് പറയുവാനോ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമുക്ക് തോൽവി സംഭവിച്ചു പോയി എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതിൽ മാറ്റമില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ സഭകളിലൊക്കെ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പകരം കാത്തിരിപ്പ് കൂട്ടങ്ങളാണ് നടക്കാറുള്ളത്. അന്ന് പ്രവാചകന്മാർ വരും. ആ പ്രവാചകന്മാർ ഞങ്ങളുടെ സഭയിൽ വരുമ്പോൾ ചിലർ പേടിച്ചു വരത്തില്ല, ചിലർ താല്പര്യത്തോടെ ആത്മീക വർധനവ് പ്രാപിക്കുവാൻ കടന്നു വരും. അന്നത്തെ കൂട്ടങ്ങളിൽ ആത്മീക വർധനവ് പ്രാപിച്ചവരൊക്കെ ദൈവവേളയിൽ പ്രയോജനപ്പെട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് ഉറപ്പുള്ളവർ ഓടി ഒളിച്ചപ്പോൾ അവർ ഇന്നും ശുശ്രൂഷ തലങ്ങളിലോ ദൈവസഭയുടെ അംഗങ്ങളായോ നിൽക്കാതെ ലോകത്തോടൊപ്പം ചാഞ്ഞു പോയ കാര്യം മറന്ന് പോകരുത്. സ്തോത്രം. നമുക്കൊരു പുനർവിചിന്തനത്തിൻ്റെ കാലഘട്ടമാണ് സ്നേഹിതരെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ. സ്തോത്ര. ദൈവസഭയെ നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ അതിൻ്റെ 100% ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്തോത്ര. ഹല്ലേലൂയ. എന്തുകൊണ്ട് 38-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ആ ഹൃദയം തുറങ്ങിയ ഒരു വ്യക്തി, ഒരു ജീവിതം, സ്തോത്രം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരാത്മാവ് നമ്മുടെ കൂട്ടത്തിൽ വന്ന അവരുടെ ഹൃദയ നുറുക്കത്തിന് ആശ്വാസകരമായ ഒരു മരുന്ന് വിളമ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ശുശ്രൂഷ? നമ്മൾ അധപ്പതനത്തിലേക്ക് ദൈനംദിനം നടന്നു നീങ്ങുന്നു എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ഒരു സന്ദേശം ഞാൻ കൈമാറുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി പ്രവാചകൻ പ്രവചിക്കുന്നു, ആത്മീക വർധനവിന് വേണ്ടി പ്രവാചകൻ പ്രവചിക്കുന്നു, പ്രബോധനത്തിന് വേണ്ടി പ്രവാചകൻ പ്രവചിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ സ്തോത്രം ഒരു പ്രവാചകനെ കാണാം, ആശ്വാസം പകർന്നു കൊടുത്തൊരു പ്രവാചകൻ. അതിൻ്റെ 16-ാം വാക്യം വായിച്ചേ. 7-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 16-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. കണ്ടോ? എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. കണ്ടോ? നമ്മുടെ ഇട എവിടെയാ? അമ്മയുടെ ഏക മകൻ അകാലത്തിൽ പൊലിഞ്ഞുപോയി. അവന്റെ ശവമഞ്ചവും പേറിക്കൊണ്ട് പട്ടണ വാതിൽക്കൽ ബഹുസഹസ്രം പുരുഷാരവുമായി മുൻപോട്ട് പോകുമ്പോൾ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു, വാവിട്ട് നിലവിളിച്ചിരിക്കുന്നു. ബന്ധുക്കളിൽ ചാർച്ചക്കാരും ഏകമകന്റെ നഷ്ടം. പ്രൈസലോ. എന്തിനാ കൊണ്ടുപോകുന്നത്? ആഘോഷിക്കുവാനല്ല, ശവമടക്കുവാൻ, യാത്രയപ്പ് കൊടുക്കുവാൻ ഇതാ പോകുന്നു. ആ കൂടിയ കൂട്ടത്തിലുള്ള ആർക്കും അതുവരെ ഉണ്ടായിരുന്ന ഏത് തത്വശാസ്ത്രത്തിനും ഏത് വലിയ മനുഷ്യർക്കും ആ കണ്ണുനീര് തുടയ്ക്കുവാനോ ആ കണ്ണുനീരിന് മറുപടി പറയുവാനോ കഴിയാതെ അവർ പിന്നോക്കം പോയപ്പോൾ അതാ അവിടേക്കൊരുവൻ കടന്നു വരുന്നു. അവന്റെ പേരാണ് ശ്രീ യേശു ക്രിസ്തു. ആ അമ്മയുടെ വിധവയുടെ കരച്ചിൽ കാണുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഏറ്റവും വലിയ പ്രവാചകനായ സ്തോത്ര യേശു ക്രിസ്തു എവിടെ വരുന്നു? എനിക്ക് മുമ്പേ പ്രസംഗിച്ച ദേവദാസൻ പറഞ്ഞല്ലോ സമര്യ സ്ത്രീയുടെ കുറിച്ച്. സമര്യ സ്ത്രീയും പറഞ്ഞു, നീ ഒരു പ്രവാചകനാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഒരു പാട്ടുണ്ട്, യേശുവെ പോലെയാകുവാൻ
സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ തലത്തിൽ പുതിയ ഡൈമെൻഷനുകൾ ഉണ്ടാവണം. പുതിയ പാതകൾ വെട്ടിത്തുറക്കണം. കണ്ടോ, ആരെ കൊണ്ടും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയം പേറിക്കൊണ്ട് മരിച്ചുപോയി, മരണപ്പെട്ടുപോയി. ഇനി ആർക്കും ഈ അമ്മയെ സഹായിക്കുവാൻ, ഈ വിധവയെ സഹായിക്കാതിരിക്കുവാൻ പറ്റാതിരിക്കുമ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, സ്തോത്രം, മഞ്ചം തൊട്ടു. സ്തോത്രം, ബാലെ എഴുന്നേൽക്ക, മോനെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ മരണത്തിന്റെ മേൽ അധികാരമുള്ള പ്രവാചകനായ എൻ്റെ കർത്താവ്, ആ കർത്താവിന്റെ ദാസന്മാരല്ലേ നമ്മൾ? ആ കർത്താവിന്റെ സഭയല്ലേ നമ്മൾ നടത്തുന്നത്? ആ കർത്താവ് പറഞ്ഞ ആത്മാവിനാണല്ല നമ്മൾ പ്രാപിച്ചത്. സ്തോത്രം. എത്ര പേര് ഇന്ന് പകൽക്കാല, കർത്താവേ ഞങ്ങളെ ഒന്ന് സന്ദർശിക്കണമേ, ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങൾക്കൊരു നിയോഗം ഇന്ന് പകൽക്കാലം നൽകി തരണമേ. ആമോസിനോട് പറഞ്ഞതുപോലെ, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, അബ്രഹാം ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ചതുപോലെ. സ്തോത്രം. എല്ലാവരും കാണുകെ ആ വിധവയുടെ മകനെ ഉയർപ്പിച്ച് കയ്യെ കൊടുത്തു. കണ്ടോ, ഒരു പ്രവാചക ദൗത്യം കണ്ടോ? നമ്മുടെ പ്രവാചകന്മാർക്ക് എന്ത് പറ്റി? നമ്മുടെ സഭാതലങ്ങളിൽ ആത്മീക സന്ദേശം വിളമ്പുന്നുണ്ട്, പക്ഷേ കൃപാവരങ്ങൾ എവിടെ പോയി സൂക്ഷിച്ചു പോയോ? കാലഹരണപ്പെട്ടു പോയോ? ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനിന്യം നിന്നുപോയോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആ പട്ടണവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തു അത്ഭുതമല്ലേ അവിടെ ചെയ്തത്? അവനൊരു പ്രവാചകനുമായി സ്തോത്രം നഷ്ടപ്പെട്ടു പോയി ആത്മാവിനെ തിരിച്ചു പിടിച്ചു കൊടുത്ത് സന്തോഷത്തിന്റെ നാളുകളാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാല സ്തോത്രം ദൈവവേദലേ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി നമുക്കൊന്ന് വേർതിരിക്കാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ സ്തോത്രം 8 പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ വായിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ വിഷയം പ്രവചനം ആശ്വാസത്തിന് വേണ്ടിയാണ്. അവിടെ വായിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, എത്യോപ്യയുടെ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായ ഷണ്ണൻ യെരൂശലേമിൽ പോയി നമ്മുടെ ഭാഷയെ പറഞ്ഞ ആരാധന കൂടിയിട്ട് മടങ്ങിപ്പോകുന്ന വഴിയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവചനം 53 വിടർത്തി വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇന്നും അതുപോലെയാണ്. കൂട്ടത്തിൽ വരുന്നുണ്ട്, കൂട്ടത്തിൽ കൂടുന്നുണ്ട്, സ്തോത്രവും ഗ്ലോറിയും പ്രൈസ് ദി ലോർഡും ഒക്കെ പറയുന്നുണ്ട്. എന്ന പുസ്തകത്തിനകത്തുള്ള പൊരുളുകളെ തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടരായി നാം അതപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിർജ്ജന പ്രദേശത്ത് സുവിശേഷ വേല ചെയ്യുന്ന ഫിലിപ്പോസിനെ പോലുള്ള ആളുകളെ നമുക്ക് തിരിച്ചു വിളിക്കാം, പൊരുളുകളെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ. വായിക്കുന്നത് കുറഞ്ഞ കാര്യമല്ല. യെശയ്യാ പ്രവചനം 53 അറുക്കാനുള്ള ആടെ പോലെ രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ താഴ്ചയിൽ അവന് നീതി കിട്ടാതെ പോയി എന്നത് ഒരു ചെറുകഥ വായിക്കുന്ന പോലെ വായിച്ചു വിട്ട ആ ഷണ്ണന്റെ മുൻപിൽ ഒരുവൻ വന്ന് പൊരുൾ തിരിച്ചു കൊടുത്തു. ആശ്വാസത്തിന് വേണ്ടി പൊരുൾ തിരിച്ചു കൊടുത്തു. ഇതാരെ കുറിച്ചാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു മിശിഹ വരും, ഒരു തമ്പുരാൻ വരും. പാപത്തിന് അധീനമായി കിടക്കുന്ന മനുഷ്യനെ, ശാപത്തിന് മായി കിടക്കുന്ന മനുഷ്യനെ കൈക്ക് പിടിച്ച് കൃപ. സ്തോത്രം. എത്ര പേരുന്ന് പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, പ്രവചനം ആശ്വാസത്തിന് വേണ്ടിയാണ്. സ്തോത്രം. അല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുവാനല്ല പ്രവാചനം. സ്തോത്ര. അല്ലാതെ സ്തോത്ര, ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതല് അവിടെയും ഇവിടെയും കുത്തി പറയുക അല്ല നമ്മുടെ ശുശ്രൂഷ. സ്തോത്ര. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്ര ഞാൻ ഔദ്യോഗിക സ്ഥാനിയായിരുന്ന സമയത്ത് സ്തോത്രം ഒരു ഡ്യൂട്ടിക്ക് ഞാൻ ചെന്നിരുന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്തോത്രം ഹല്ലേലൂയ അവൻ്റെ അടുത്ത് കൈ നോക്കുന്ന ഒരുവൻ വന്നു. സ്തോത്രം. അവൻ്റെ ഭാവി ഭൂതമൊക്കെ പറഞ്ഞു കൊടുത്തേച്ച് ആ പോലീസുകാരനെ പുറകോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, അദ്ദേഹത്തിന്റെ അടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു കൊച്ചു സാധനം കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ അകത്തിരിക്കുന്ന ശക്തി ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തി എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ
അനുഭവത്തിൽ ഇതാ പറയുന്നത്, ദൈവസഭയെ നമുക്ക് പഴയ കാലത്തെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പ്രവചിക്കണം, നമ്മൾ ആശ്വാസത്തിന് വേണ്ടി പ്രവചിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഫുട്പാത്ത് പ്രവാചകന്മാരെ പോലെ സ്തോത്രം അങ്ങും ഇങ്ങും ഓടി നടന്ന് പലതും വിതയ്ക്കുവാനല്ല ദൈവം നമ്മെ ആക്കി വച്ചത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. സ്തോത്രം. വിസ്താരഭയത്താൽ ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. ഷണ്ണന് സംഭവിച്ചത് തിരുവചനത്തെ ആധാരമാക്കി സുവിശേഷം അറിയിച്ചു ഫിലിപ്പോസ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസ് അറിയിച്ചപ്പോൾ അവൻ സന്തോഷിച്ചും കൊണ്ട് അവൻ്റെ വഴിക്ക് പോയി. സ്തോത്രം. നമ്മുടെ സഭകളുടെ കണക്ക് ഒരു 30 വർഷത്തിനപ്പുറം എടുത്തു നോക്കുകേ, എത്രയോ ആളുകളാണ് സ്തോത്രം മറ്റു മാർഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ കൂട്ടത്തിനകത്ത് വന്നിട്ട് അവർ സന്തോഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നെന്തേ പെരുകയല്ലാതെ വേറെ മാർഗം ആരെങ്കിലും നമ്മുടെ സഭകൾക്കകത്ത് കടന്നു വരുന്നുണ്ടോ? ആർക്ക് തെറ്റി? എനിക്ക് തെറ്റി, നമുക്ക് തെറ്റി. സ്തോത്ര. ആ തെറ്റിന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്ര. ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷകൾ നമുക്ക് ഏറ്റെടുക്കാമേ. സ്തോത്രം. പൗലോസിന്റെ വാക്കുകളെ ഒരിക്കൽ കൂടെ കടമെടുത്ത് പറയട്ടെ. വിശേഷാൽ പ്രവചന വരം വാഞ്ചിപ്പീൻ. സ്തോത്രം. എന്നെ സ്തോത്ര ഓൺലൈനിലൂടെ കേൾക്കുന്ന സ്നേഹിതരെ, സ്തോത്ര, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ പ്രയോജനത്തിനായി നമുക്ക് തന്നെ ഏൽപ്പിക്കുക. സ്തോത്രം. ഞാൻ വായിച്ച വാക്യം പറയട്ടെ. ഭൂമിയിലെ തൻ്റെ ദാസന്മാരോട് പറയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അബ്രഹാമേ, ഞാൻ നിന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ സുന്ദരമായ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഒരു ശുശ്രൂഷകനായ ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി ഒരിക്കൽ ഒരു ദിവസം അരമണിക്കൂർ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെങ്കിൽ, സ്തോത്രം, ആത്മാക്കളെ മനുഷ്യരെ വാരിക്കൂട്ടണമെങ്കിൽ, സ്തോത്രം, ദൈവം നൽകിയിരിക്കുന്ന പ്രവചന വരം, രോഗശാന്തിയുടെ വരം, ഭൂതങ്ങളെ പുറത്താക്കുന്ന വരം, സ്തോത്രം, ഒരു വ്യാഖ്യാനവരം, ഭാഷാവരം, ഇതൊക്കെ സ്തോത്രം നമ്മുടെ സഭയ്ക്ക് ആവശ്യമല്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ തുടർന്നുള്ള ദിനങ്ങളിൽ സ്തോത്രം ദൈവം വരങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ. നമുക്ക് ഉത്തമ ബോധ്യത്തോടുകൂടെ ശുശ്രൂഷാ തലങ്ങളിൽ ശോഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണമായ സുവിശേഷ വേല, ഭാഗികമായ സുവിശേഷ വേല എന്ന് പറയാതെ, സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നമ്മെ രക്ഷിച്ചെങ്കിൽ ആ രക്ഷയുടെ സുവിശേഷം പറയുവാൻ കാലമുള്ളിടത്തോളം നമ്മെ അയച്ചവൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം എൻ്റെ അടുത്ത് വരും, അവൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വരും, അവൻ എന്നോട് സംസാരിക്കും. സ്തോത്രം. പണ്ടൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അമ്മമ്മമാരുടെ സാക്ഷ്യം ഇന്നലെ രാത്രി കർത്താവിനോട് പറഞ്ഞത് ഇന്ന് പ്രഭാതത്തിൽ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട്? അതായിരുന്നു നമ്മുടെ സ്തോത്രം ഒരു പാരമ്പര്യം. പക്ഷേ നമ്മുടെ പാരമ്പര്യമെന്നോ അസ്തമിച്ചു പോയി. വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ വർധനവിനായി സ്തോത്രം നമുക്ക് പ്രവചിക്കാം, ആശ്വാസത്തിനായി പ്രവചിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ദൈവം നമുക്ക് നൽകിയതെന്ന് ഓർത്തുകൊണ്ട് അവൻ്റെ വരവിനായി ചിലരെ വാരിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാറാനാഥ.